ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ത്രിപിൾ മിറാക്കിൾ ഏഞ്ചൽ ടാരോ റീഡിങ്ങിലേക്ക് സ്വാഗതം. എല്ലാവരും പോസിറ്റീവായി നിങ്ങളുടെ വ്യക്തിയുടെ മുഖം മനസ്സിൽ കൊണ്ടുവരിക. ഇതൊരു ജനറൽസ് ആണ്, ടൈംലെസ് ആണ്. എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായി കണക്റ്റ് ആവുന്നത് മാത്രം എടുത്ത് ബാക്കിയൊക്കെ വിട്ടേക്കുക. ഞാൻ ഇന്ന് നോക്കുന്നത് തേർഡ് പാർട്ടിയുടെ യഥാർത്ഥ മുഖം അവർ തിരിച്ചറിയാൻ പോകുന്നു. തേർഡ് പാർട്ടിയുടെ യഥാർത്ഥ മുഖം അവർ തിരിച്ചറിയാൻ പോകുന്നു. ഇതാണ് നോക്കിയാലോ. Two of Pentacles, Three of Wands, Nine of Cups, King of Pentacles, Seven of Pentacles, Lovers, Ace of Cups, The Empress, Justice, Wheel of Fortune, Star, Devil, ബോട്ടം കിട്ടിയിരിക്കുന്നത് സെവൻ ഓഫ് വാണ്ട്സ്. അപ്പം ഫസ്റ്റ് തന്നെ ജഗ്ലിംഗ് ആണ്. രണ്ട് സിറ്റുവേഷൻ ഉണ്ട് അല്ലേ. തേർഡ് പാർട്ടി ഉണ്ട്. അപ്പം ഇവിടെ ജഗ്ലിംഗ് ആണ്. ഫസ്റ്റ് തന്നെ കാണുന്നത് ജഗ്ലിംഗ് ആണ്. രണ്ട് സിറ്റുവേഷൻ ഉണ്ട്. അതിൻ്റെ പ്രയാസത്തിലാണ് ഇപ്പോൾ കാണിക്കുന്നത്. രണ്ടിനെയും നയിച്ചു കൊണ്ടുപോകാൻ പറ്റാത്ത ഒരാളെ നല്ല ഉഷാറ് പിടിച്ചേക്കുന്നത്, മറ്റേയാളെ ഇങ്ങനെ താഴെ ഇടണോ വേണ്ടയോ എന്ന തരത്തിലാണ് ഒരു ഇതുള്ളത്. അതാണ് ആ ടു ഓഫ് പെൻഡിക്കൽ ജഗ്ലിങ്. എന്ത് തിരഞ്ഞെടുക്കണം, ഏതിൽ പോകണം എന്നൊന്നും അറിയാത്തൊരവസ്ഥ. അതാണ് ജഗ്ലിങ്. എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്നുള്ള ഒരു രൂപവും ഇല്ല. അപ്പം അതാണ് ആ വ്യക്തിയുടെ വിഷമം. ജഗ്ലിംഗ് ആണ്. എന്താണ് വേണ്ടതെന്ന് ആ വ്യക്തിക്ക് മനസ്സിലാവുന്നില്ല. ഏത് തിരഞ്ഞെടുക്കണം, എങ്ങോട്ട് പോകണം, ആര് പറയുന്നത് കേൾക്കണം, ഒന്നുമില്ല. അപ്പം ആ വ്യക്തി എന്ത് ചെയ്യുന്നു? ആ വ്യക്തിക്ക് തേർഡ് പാർട്ടിക്കാണ് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് ആ വ്യക്തി. അങ്ങനെയാണ് ഇവിടെ കാണിക്കുന്നത്. എല്ലാം ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല ആ വ്യക്തിക്ക്. എല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. രണ്ട് സിറ്റുവേഷൻ ഉണ്ടാകുമ്പം അതാണ്. ഇവിടെ ഒരു കാര്യമായ ഒരു തേർഡ് പാർട്ടീനെയാണ് കാണിക്കുന്നത് കേട്ടോ. എല്ലാത്തിനും ഒരു ഡൗട്ടാണ്. ഒന്നും ഒരു ക്ലിയർ ആയിട്ട് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ഒരേ സമയം തന്നെ രണ്ട് അവസരങ്ങൾ, ഒരേ സമയം തന്നെ രണ്ട് സിറ്റുവേഷൻ. അവരുടെ എല്ലാം ഒരു സമയം രണ്ട് അതായിട്ടാണ് കാണുന്നത്. ഏത് തിരഞ്ഞെടുക്കണം അത് ഒന്നും മനസ്സിലാകുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ അങ്ങനത്തെ ഒരു അവസ്ഥ. രണ്ട് സിറ്റുവേഷനാണ് ഈ കാണിക്കുന്നത്. ഫസ്റ്റ് തന്നെ അതാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് ത്രീ ഓഫ് വാണ്ട്സ്. മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. രണ്ട് സിറ്റുവേഷൻ ആകുമ്പോൾ മുന്നോട്ട് പോകാൻ സാധിക്കാതെയുള്ള ആ വിഷമാണ് കാണിക്കുന്നത്. സെക്കൻഡ് കാർഡ് തൊട്ട് തന്നെ വന്നിട്ട് കാണുന്നില്ലേ. ത്രീ ഓഫ് വാണ്ട്സ്. മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. എല്ലാത്തിലും വിഷമം, സ്റ്റക്കാണ്. എന്ത് ചെയ്യണം ഒന്നും ഇല്ല. മുന്നോട്ട് പോകാൻ എങ്ങനെ പോകണം, രണ്ടുപേരുടെയും നയിച്ചു കൊണ്ടുപോകണം. എങ്ങനെ, ഏത് മുഖം വെച്ചിട്ട് ഒന്നും കഴിയുന്നില്ല. എല്ലാം സാധിക്കാതെ ആ വിഷമത്തിലാണ് ഇരിക്കുന്നത് ഈ ത്രീ ഓഫ് വാണ്ട്സ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഓരോ പ്രതീക്ഷ, ഓരോ ഐഡിയ ഇടുക. അപ്പോൾ ആ പ്രതീക്ഷയിൽ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. വേറെ എന്തെങ്കിലും മാർഗമുണ്ടോ
രണ്ടിനെ നയിച്ചു കൊണ്ടുപോകാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഒരാളെ അറിയിക്കാണ്ട് ഇയാളെ അറിയിക്കാണ്ട് അങ്ങനെ അതല്ലാന്ന് കാണുന്നത് ഇടാം. ഇപ്പം ഒരു എക്സ്ട്രാ മാരേജ് റിലേഷൻഷിപ്പും ആവാം കുറച്ച് പേർക്കെങ്കിലും. ഒരു പുതിയ ദിശ തേടുകയാണ് ആ വ്യക്തി. എന്താണ് ഈ ജഗ്ലിങ്ങിന്? ആ ഒരു പിരിമുറുക്കാണ് ഇവിടെ കാണിക്കുന്നത്. എന്താ വേണ്ടത്? ഫ്യൂച്ചറിനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്ത് ചെയ്യണം, എങ്ങനെ മുന്നോട്ട് പോകണം, പ്രശ്നമില്ലാണ്ട് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? ഒന്നും കഴിയുന്നില്ല. ഇവിടെ 3 ഓഫ് കപ്പ് 9 ഓഫ് കപ്പ് കിട്ടിയിട്ടുണ്ട്. 9 ഓഫ് കപ്പ് വെച്ചാൽ നിങ്ങൾ രണ്ടുപേരും യാത്രയിലോ മറ്റോ കണ്ടുമുട്ടിയവരാവാനാണ് കാണുന്നതായി. അതാണ് ചാൻസ്. അപ്പം നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ തന്നെ കണ്ണുകൾ കഥ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. രണ്ടുപേരും ആ ഫസ്റ്റ് മീറ്റിൽ തന്നെ കണ്ണുകൾ കഥ പറയാൻ തുടങ്ങി. അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി രണ്ടുപേർക്കും. അത്രയും ഒരു ഇഷ്ടം, ഒരു ലവ് അനുഭവപ്പെട്ടിട്ടുണ്ട്. പക്ഷെ പിന്നെ പെട്ടെന്ന് തന്നെ തേർഡ് പാർട്ടിൻ്റെ വിളയാട്ടാണ് പിന്നെ കാണുന്നത് കേട്ടോ. നിങ്ങൾ ആ ഒരു കുറച്ച് സമയം നിങ്ങൾക്ക് സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും എല്ലാം കണ്ടിട്ടുള്ളൂ. പിന്നെ അപ്പോഴും തന്നെ തേർഡ് പാർട്ടി നിങ്ങളെ സെപ്പറേറ്റ് ആക്കിയിട്ടാണ് കാണുന്നത്. തേർഡ് പാർട്ടി പല പ്ലാനിങ്ങുകളുടെയും ആ വ്യക്തിയെ നിങ്ങളിൽ നിന്നും മാറ്റിയെടുത്തതായിട്ടാണ് കാണുന്നത്. കൺകെട്ട് വിദ്യ പോലെ എന്ന് തന്നെ പറയുന്നതാണ്. ഒരു കൺകെട്ട് വിദ്യ എന്ന് പറയുന്നതായിരിക്കും ഇവിടെ ശരി. നിങ്ങൾക്കൊന്നും അറിയില്ല, നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഒന്നും മനസ്സിലായില്ല. നിങ്ങൾ കണ്ടുമുട്ടി, നാളെ ഇഷ്ടത്തിലായി, കണ്ണുകൾ കഥ പറഞ്ഞു. രണ്ടും ഫസ്റ്റ് മീറ്റിൽ തന്നെ അത്രക്ക് നല്ലൊരു പ്രണയം പൂവിട്ടു. കുറച്ചു കാലം കൊണ്ട് തന്നെ തേർഡ് പാർട്ടി ഇവിടുന്ന് നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല. ഇതെന്താ സംഭവിച്ചതെന്നൊന്നും നിങ്ങൾക്ക് ഒരു ഇതും മനസ്സിലായിട്ടില്ല. അങ്ങനെ ഇവിടെ കാണിക്കുന്നത് ഒരു കൺകെട്ടി വിദ്യ പോലെ. പിന്നെ നിങ്ങൾക്ക് എന്താണ് ഈ സംഭവിക്കുന്നത്? നിങ്ങളുടെ വ്യക്തി ഒരു ഫസ്റ്റ് ഉണ്ടായ ഒരു പരിഗണനയും നിങ്ങൾക്ക് കിട്ടാത്ത പോലെ. പലപ്പോഴും നിങ്ങൾക്ക് പലപ്പോഴും ആ വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടമില്ലേ, എന്താ ഇങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു. നിങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന പോലെ ഓരോ സമയം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു. നിങ്ങൾക്ക് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത ഒന്നും കിട്ടുന്നില്ല. നിങ്ങൾക്ക് ഒരു പരിഗണനയും കിട്ടാത്തതുപോലെ നിങ്ങൾക്ക് സംഭവിക്കുന്നതെല്ലാം മറ്റൊന്ന്. നിങ്ങൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷനും തോന്നുന്നില്ല. അങ്ങനെ നിങ്ങൾ എന്താ പറയും, നിങ്ങളിലേക്ക് തന്നെ നിങ്ങൾ മാറിക്കൊടുക്കുകയാണ്. നിങ്ങൾ തന്നെ അകന്നു പോയിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പം ആ വ്യക്തിക്ക് നിങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്രയും സ്നേഹിച്ചവരാണ്. നിങ്ങൾ കുറച്ച് സമയമാണെങ്കിൽ നിങ്ങൾ തമ്മിൽ കൈമാറിയ സ്നേഹം എന്ന് പറഞ്ഞാൽ എംബറസിന്റെ ഏസ് ഓഫ് കപ്പിന്റെ സ്നേഹമാണ് നിങ്ങൾ തമ്മിൽ കൈമാറിയിട്ടുള്ളത്. കുറച്ച് സമയമാണെങ്കിൽ ആ കൊടുത്ത സ്നേഹം രണ്ടുപേരും അത്രയും ഡീപ്ലി സ്നേഹം ഉള്ളിൻ്റെ ഉള്ളിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് സമയമാണെങ്കിലും കുറച്ച് കാലേ നിങ്ങൾക്ക് സ്നേഹം പങ്കിടാൻ കഴിഞ്ഞിട്ടുള്ളൂ എങ്കിലും അത് ഭയങ്കര ഡീപ്പായിട്ട് അത് വെച്ചാൽ കണ്ണുകൾ കഥ പറഞ്ഞ് മനസ്സിലേക്ക് അങ്ങോട്ട് അട്രാക്റ്റായിട്ട് ആ രൂപം രണ്ടുപേരുടേതും അവിടെ ആ മുഖം മാറില്ല. അങ്ങനത്തെ ഒരു സ്നേഹം നിങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിനെ നിങ്ങളിൽ നിന്ന് അടർത്തി മാറ്റിയതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഒരു പരിഗണനയും ഇവിടെ കിട്ടുന്നില്ല. അങ്ങനെയാണ് നിങ്ങൾ ഇതിൽ നിന്ന് മാറി നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്തതായിട്ടാണ് കാണുന്നത്. ഉള്ളിൽ വിഷമമുണ്ട്. നിങ്ങൾ അത്രയും ഹൃദയം പൊട്ടുന്ന വേദനയോടെയാണ് നിങ്ങൾ പോയിട്ടുള്ളത് ഇവിടുന്ന്. എങ്കിലും നിങ്ങളിൽ തന്നെ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളെ യൂണിവേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ കരിയറിലെല്ലാം ശ്രദ്ധിച്ച് നിങ്ങൾ കരിയറിലെല്ലാം ശ്രദ്ധിച്ച് നിങ്ങൾ നല്ല സ്റ്റേബിളായിട്ട് നിങ്ങളെ യൂണിവേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതാണ് നിങ്ങൾ ഹൃദയം പൊട്ടുന്ന വേദനയോടുകൂടിയാണ് നിങ്ങൾ ഇവിടുന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയിൽ നിന്നൊരു പരിഗണന തരുന്നില്ല എന്ന് മനസ്സിലാക്കി നിങ്ങൾ അതിൽ നിന്ന് മാറിയതായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കരിയറിലും നിങ്ങളുടെ ബ്യൂട്ടിയിലും നിങ്ങളുടെ ഹെൽത്തിലും നിങ്ങളെല്ലാം അത്രയും നല്ല അബണ്ടൻസ് എല്ലാം വരുന്നുണ്ട്. നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടുണ്ട്. നിങ്ങളുടെ ഹെൽത്ത് ബ്യൂട്ടി നിങ്ങളിപ്പം കണ്ടാൽ തന്നെ മനസ്സിലാവില്ല. നിങ്ങൾ നല്ല ഉഷാറായിപ്പോയി. ആദ്യം നിങ്ങൾ ഭയങ്കര ഈ വ്യക്തിനെ തന്നെ ഓർത്ത് വിഷമിച്ച് ഹൃദയം പൊട്ടിയിട്ടെല്ലാം ഉണ്ട്. പക്ഷെ പിന്നെ നിങ്ങൾ അതൊക്കെ മാറ്റി എല്ലാം നിങ്ങളിലേക്ക് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടും കൂടെ നിങ്ങൾ
ഉയർന്നതായിട്ടാണ് കാണുന്നത്. എല്ലാ അബണ്ടൻസും നിങ്ങൾക്ക് കിട്ടി കേട്ടോ. നിങ്ങൾ വളരെ കരിയറിലെല്ലാം നിങ്ങൾക്ക് ഉയർച്ച വന്നു. നിങ്ങളുടെ രൂപവും ഭാവവും എല്ലാം മാറിയിട്ടാണ് കാണുന്നത്. അത് യൂണിവേഴ്സിന്റെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് കേട്ടോ. ഇപ്പം നിങ്ങളെ മാറിയതിന് ശേഷം യൂണിവേഴ്സ് തേർഡ് പാർട്ടിയുടെ യഥാർത്ഥ മുഖം ആ വ്യക്തിക്ക് മനസ്സിലാക്കി കൊടുത്തു കേട്ടോ. തേർഡ് പാർട്ടി ആ വ്യക്തിനെ, തേർഡ് പാർട്ടിക്ക് സ്നേഹമല്ല, തേർഡ് പാർട്ടിക്ക് ഈ വ്യക്തിൻ്റെ പൈസ, നിങ്ങളുടെ വ്യക്തിനെ യൂസ് ആക്കുക, നിങ്ങളുടെ വ്യക്തിനെ കൊണ്ട് എല്ലാവിധ ജോലിയും ചെയ്യിപ്പിക്കുക, ഒരു പരിഗണനയും കൊടുക്കുന്നില്ല. അത്രയും നിങ്ങളെ വ്യക്തിനെ കൊണ്ട് ഒരു മിഷൻ വർക്ക് പണിയെടുപ്പിക്കുന്നത് പോലെ വർക്ക് ചെയ്യുക. ആ വ്യക്തിയുടെ പൈസയെല്ലാം തേർഡ് പാർട്ടി വാങ്ങിയെടുക്കുക. അപ്പോൾ തേർഡ് പാർട്ടീൻ്റെ യഥാർത്ഥ മുഖം എന്താണെന്ന് യൂണിവേഴ്സ് ആ വ്യക്തിക്ക് മനസ്സിലാക്കി കൊടുത്തതായിട്ട് അവിടെ കാണുന്നത് കേട്ടോ. അവർക്കിപ്പം അവിടെ മതിയായി. തേർഡ് പാർട്ടീൻ്റെ യഥാർത്ഥ മുഖം യൂണിവേഴ്സ് മനസ്സിലാക്കി കൊടുത്തു. ആ വ്യക്തിയുടെ മുന്നിൽ തന്നെ എല്ലാം കാണിച്ചു കൊടുത്തു. അപ്പം ആ വ്യക്തിക്ക് അവിടെ നിന്ന് രക്ഷപ്പെട്ട് നിങ്ങളിലേക്ക് ഓടി വരാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. നിങ്ങളെയും കൊണ്ട് എവിടെയെങ്കിലും നിങ്ങളിലേക്ക് എത്തണം. നിങ്ങളെയും കൊണ്ട് എവിടെയെങ്കിലും പോകാനെല്ലാം ആ വ്യക്തി ആലോചിക്കുന്നത്. നിങ്ങളെ ഒന്ന് കാണാനാണ് ആ വ്യക്തി ഇപ്പം ആഗ്രഹിക്കുന്നത്. ആ വ്യക്തിക്ക് ഇപ്പം തേർഡ് പാർട്ടീൻ്റെ യഥാർത്ഥ മുഖം മനസ്സിലായി. ആ വ്യക്തിക്ക് തേർഡ് പാർട്ടീൻ്റെ അടുക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ച് ആ വ്യക്തിക്ക് ശ്വാസം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിലൂടെയാണ് ഇപ്പം അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി. നിങ്ങളുടെ അടുത്തേക്ക് എങ്ങനെ വരും? നിങ്ങളെ ഏത് മുഖം വെച്ച് വരും ആ വ്യക്തി? നിങ്ങളെ ഒന്ന് കാണാനല്ലാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളെ എങ്ങനെ കയ്യിലെടുക്കാം എന്നല്ലാണ് ആ വ്യക്തി ഇപ്പം ആലോചിക്കുന്നത്. അവർക്ക് മതിയായ അവിടെ ഇനി എന്ത് വന്നാലും ആ വ്യക്തി നിങ്ങളോട് പറയാണ്, ഇനി എന്ത് വന്നാലും നിന്നോടൊപ്പം ഞാൻ എൻ്റെ ശ്വാസം നിലയ്ക്കും വരെയും നിന്നോടൊപ്പം ഉണ്ടാവും എന്ന ഉറപ്പാണ് ആ വ്യക്തി നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇപ്പം ആ വ്യക്തി നിങ്ങളെ കയ്യിലെടുക്കാൻ വേണ്ടി ഒരുപാട് പ്രയത്നിച്ചിട്ട് ആ വ്യക്തി നടുവൊടിഞ്ഞ് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അവിടെ കാണുന്നത്. നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ആ വ്യക്തി ഒരുപാട് എഫേർട്ട് ഇടുന്നുണ്ട്. നിങ്ങളെ എങ്ങനെ കയ്യിലെടുക്കാം? നിങ്ങൾക്കിപ്പം വന്ന് പെട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വ്യക്തിനെ അംഗീകരിക്കൂല. ആ വ്യക്തിയോടുള്ള എല്ലാ വിശ്വാസവും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു. അപ്പം ഇനി എന്ത് ചെയ്യണം? ഒരുപാട് എഫേർട്ട് ഇട്ടു ഈ വ്യക്തി ഇതിന് വേണ്ടിയിട്ട്. അപ്പം എന്നിട്ട് ആ വ്യക്തി വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഇനി എന്താ ചെയ്യേണ്ടത്? ആ വ്യക്തി വാക്ക് തരികയാണ്, നിന്നോടൊപ്പം ഞാൻ എൻ്റെ അവസാന ശ്വാസം വരെയും നിൻ്റെ കൂടെ ഞാൻ എന്നും ഉണ്ടാകുമെന്ന് ഉറപ്പ് പറയുന്നുണ്ട്. എല്ലാ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് പല എഫേർട്ട് ഇടുന്നുണ്ട്. നിങ്ങൾ പോകുന്ന വഴിക്കെല്ലാം കാണാൻ വന്ന് നിൽക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ മുഖം കൊടുക്കണില്ല. നിങ്ങളൊന്ന് ചിരിക്കുക പോലും ചെയ്യുന്നില്ല. നിങ്ങൾ ഭയങ്കര ദേഷ്യത്തിലായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ ദേഷ്യം എങ്ങനെ മാറ്റിയെടുക്കാന്നാണ് ആ വ്യക്തി ഇപ്പം പ്ലാൻ ചെയ്യുന്നത്. ആ വ്യക്തിക്ക് അറിയില്ല നിങ്ങളെ ദേഷ്യം എങ്ങനെ മാറ്റിയെടുക്കണം എന്നുള്ളത്. ആ വ്യക്തിക്ക് അറിയില്ല. അത്രക്കും ദേഷ്യത്തിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്. ഒരുപാട് ആ വ്യക്തി പ്രയത്നിക്കുന്നുണ്ട് കേട്ടോ. പാസ്റ്റിൽ നിങ്ങളോട് ചെയ്ത എല്ലാം മറക്കാൻ തയ്യാറാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ അവരൊരു സ്റ്റാറാണ്. ഇവിടെ സ്റ്റാർ കാർഡ് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ അവരൊരു സ്റ്റാറാണ്. ഇതുവരെ നിങ്ങൾക്ക് അവരൊരു സ്റ്റാറാണെന്ന് പറഞ്ഞാൽ അത്രയും നിങ്ങളുടെ ഉള്ളിൽ ആ വ്യക്തിനെ അത്രക്ക് പതിഞ്ഞു പോയി. ചെയ്താലും നിങ്ങൾ മാറി നിന്നാലും ദേഷ്യം അഭിനയിച്ചാലും നിങ്ങളുടെ ഉള്ളിൽ അവർ മാത്രമാണ്. ഒരുപാട് നെഗറ്റീവായ സിറ്റുവേഷൻ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ദേഷ്യം നടിക്കുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ അവർ മാത്രമാണ്. അവരെ വെറുക്കാൻ നിങ്ങളെ വെറുക്കാൻ അവർക്കോ കഴിയില്ല എന്നാണ് അവിടെ കാണിക്കുന്നത് കേട്ടോ. രണ്ടുപേർക്കും കഴിയുന്നില്ല. ഉള്ളിൽ രണ്ടുപേരോടുള്ള സ്നേഹം തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു സ്റ്റാറായിട്ട് തന്നെയാണ് നിങ്ങൾ ആ വ്യക്തിനെ ഇപ്പോഴും ഇത്രയും ചെയ്തിട്ടും നിങ്ങൾ ആ വ്യക്തിനെ തന്നെയാണ് ഒരു സ്റ്റാറായിട്ട് കാണുന്നത്. അതിൻ്റെ കാരണം ഇതാണ്. ലവേഴ്സാണ് നിങ്ങൾ തമ്മിൽ പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. കഴിഞ്ഞ ജന്മത്തിലെ യൂണിവേഴ്സ് കൂട്ടിച്ചേർത്ത ഇണകളാണ് നിങ്ങൾ. അവർക്ക് നിങ്ങൾക്ക് അവരോ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല. അതാണ് ഇവിടെ കാണിക്കുന്നത്. ഏസ് ഓഫ് കപ്പ് ആരാണ്? ഇതേപോലത്തെ സ്നേഹത്തിൻ്റെ രാജ്ഞിയാണ്
അല്ലെങ്കിൽ രാജാവാണ്. അത്രയും എംബറസ് എന്ന് പറഞ്ഞാൽ ഒരു അമ്മ കുഞ്ഞിന് കൊടുക്കുന്ന പോലത്തെ സ്നേഹം, അൺകണ്ടീഷണലി സ്നേഹമാണ് നിങ്ങൾ ആ വ്യക്തിക്ക് കൊടുത്തത്. കുറച്ചു കാലേ നിങ്ങൾക്ക് സ്നേഹിക്കാൻ കിട്ടിയിട്ടുള്ളൂ, അവസരം കിട്ടിയിട്ടുള്ളൂ. പക്ഷെ ആ കൊടുത്ത സ്നേഹത്തിൻ്റെ ആഴം അത്രക്ക് വലുതാണ്. ആ വ്യക്തിക്ക് ഇപ്പം നിങ്ങളെ ഓടി വന്ന് നിങ്ങളെ ഹഗ് ചെയ്യാനല്ലാന്ന് തോന്നുന്നത്. ആ വ്യക്തിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല സ്നേഹം, അൺകണ്ടീഷണലി സ്നേഹം ഇങ്ങനെ ഓവർഫ്ലോയിങ് ആയിട്ട് ആ സ്നേഹം ഇങ്ങനെ ഒഴുകുക. അവർക്ക് അറിയില്ല എന്ത് ചെയ്യണം. ഞാൻ ചെയ്തു പോയല്ലോ, അതിൻ്റെ ആ കുറ്റബോധം എൻ്റെ തന്നെ പാർട്ടാണ്. ലവേഴ്സാണ്, യൂണിവേഴ്സ് കൂട്ടിച്ചേർത്ത ഇണകളാണ്. എന്നിട്ടാണ് എൻ്റെ വ്യക്തിനെ ഞാൻ തേർഡ് പാർട്ടിക്ക് വേണ്ടി റിജക്റ്റ് ചെയ്തത്. അപ്പം അതിൻ്റെ കുറ്റബോധം ആ വ്യക്തിക്ക് ഓടി വന്ന് നിങ്ങളെ ഹഗ് ചെയ്യാനെല്ലാം തോന്നുന്നത്. ആ വ്യക്തിയുടെ എല്ലാ മനസ്സിലുള്ള എല്ലാ വിഷമവും മാറാൻ വേണ്ടിയിട്ട് ഓടി വരാനെല്ലാം തോന്നുകയാണ്. എൻ്റെ എംബറസാണ്. അത്രയും ഒരു അൺകണ്ടീഷണലി സ്നേഹമാണ് ആ വ്യക്തിക്ക് നിങ്ങളോട് തോന്നുന്നത്. ലൈഫ് ലോങ് അത്രയും സ്റ്റേബിളായ ഒരു അബണ്ടൻസ്, പിന്നെ സ്നേഹത്തിന് സ്നേഹം. എന്താ ആ വ്യക്തി പറയുന്നത്, എനിക്ക് യൂണിവേഴ്സ് തന്നൊരു ഗിഫ്റ്റാണ്, എൻ്റെ ഓക്സിജനായിട്ടാണ്, എൻ്റെ എല്ലാവിധ സക്സസിൻ്റെയും എൻ്റെ വെളിച്ചമാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് യൂണിവേഴ്സ് തന്ന ഒരു സ്റ്റാറായിട്ട്. ലവേഴ്സ് പഴയ ഓർമ്മകളെല്ലാം ആ വ്യക്തി വരികയാണ്. ആ വ്യക്തിക്ക് കുറ്റബോധം തോന്നുകയാണ്. എന്തിനാണ് ഞാൻ ഇങ്ങനെയെല്ലാം എൻ്റെ വ്യക്തിയെ ചെയ്തു പോയത്? ഞാൻ ഇങ്ങനെയെല്ലാം ചെയ്യാനുള്ള കാരണം എന്താ? തേർഡ് പാർട്ടി ബ്ലാക്ക് മാജിക് ചെയ്തിട്ടാണ്. ആ വ്യക്തിയുടെ മനസ്സ് പറയുന്നതല്ല ആ വ്യക്തി പ്രവർത്തിക്കുന്നതല്ല ചെയ്യുന്നത്. അങ്ങനെ ആ വ്യക്തിയുടെ മൈൻഡെ മാറ്റിക്കളഞ്ഞു വരുന്നു തേർഡ് പാർട്ടിയുടെ മായിക വലയത്തിൽപ്പെട്ടിട്ടാണ് ആ വ്യക്തി നിങ്ങളെ റിജക്റ്റ് ചെയ്തത്. അപ്പം ഇപ്പം ആ വ്യക്തിക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട്. യൂണിവേഴ്സ് ആ വ്യക്തിക്ക് തേർഡ് പാർട്ടിയുടെ തനി രൂപം മനസ്സിലാക്കി കൊടുത്തു. ഇങ്ങനത്തെ ബ്ലാക്ക് മാജിക് ചെയ്തിട്ടാണ് നിങ്ങളിൽ നിന്ന് ആ വ്യക്തിനെ മാറ്റിയെടുത്തത്. തേർഡ് പാർട്ടീൻ്റെ സുഖത്തിനും തേർഡ് പാർട്ടിയുടെ എല്ലാ ആവശ്യത്തിനും ആ വ്യക്തിനെ യൂസ് ചെയ്യുകയാണ് എന്നുള്ളത് യൂണിവേഴ്സ് മനസ്സിലാക്കി കൊടുത്തു. അപ്പം ആ വ്യക്തിക്ക് എങ്ങനെ ഓടി നിങ്ങളിലേക്കൊന്ന് എത്തിയാൽ മതി, ഈ എംബറസിലേക്ക് എത്തിയാൽ മതി. ഇതിൽ നിന്നും യൂണിവേഴ്സ് ആ വ്യക്തിയെ മോചിപ്പിച്ച് അങ്ങനെ ഇവിടെ കാണിക്കുന്നത്. അത്രയും ഒരു പെയിനിലൂടെയാണ് ആ വ്യക്തി കടന്നു പോയത്. അപ്പം ആ വ്യക്തിക്ക് ഈ സ്നേഹനിധിയായ എൻ്റെ വ്യക്തിയിലേക്ക് എത്തിയാൽ മതി. ആ വ്യക്തിക്ക് എന്നാലേ ആ വ്യക്തിക്ക് ഒരു ശുദ്ധവായു കിട്ടുള്ളൂ. എൻ്റെ ഓക്സിജനാണെന്നാണ് പറയുന്നത്. എൻ്റെ യൂണിവേഴ്സ് തന്ന ഗിഫ്റ്റായിട്ടാണ് നിങ്ങളെ ആ വ്യക്തി കാണുന്നത്. ആ വ്യക്തിക്ക് ഒരു ചിറകുണ്ടെങ്കിൽ ഓടി വരാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. അത്രയും നിങ്ങളോട് അത്രയും ഫാഷനേറ്റും നിങ്ങളുടെ ഫിസിക്കൽ അട്രാക്ഷനും എല്ലാം ആ വ്യക്തിക്ക് ഒരു ഭയങ്കര ഒരു കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ആ വ്യക്തിയുടെ സ്നേഹം ആ വ്യക്തിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിലൂടെയാണ് ആ വ്യക്തി ഇപ്പം കടന്നു പോകുന്നത്. ഇവിടെ കിട്ടിയിരിക്കുന്നത് ജസ്റ്റിസാണ്. യൂണിവേഴ്സിൻ്റെ തന്നെ ജസ്റ്റിസാണ് വരുന്നത് കേട്ടോ. ഇവിടെ തേർഡ് പാർട്ടിക്ക് കൊടുക്കേണ്ട ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ കിട്ടിയിട്ടുണ്ട്. തേർഡ് പാർട്ടിക്ക് കാര്യമായ ഒരു അടി തന്നെയാണ് തേർഡ് പാർട്ടിക്ക് കിട്ടാൻ പോകുന്നത്. നിങ്ങൾക്ക് ന്യായവും യൂണിവേഴ്സിൻ്റെ ജസ്റ്റിസുമാണ് കിട്ടുന്നത്. ഇനി ആ വ്യക്തി തേർഡ് പാർട്ടിയിലേക്ക് പോവുകയില്ല. തേർഡ് പാർട്ടീനെ യഥാർത്ഥ രൂപം നിങ്ങൾക്ക് ജസ്റ്റിസുമായിട്ട് യൂണിവേഴ്സ് തന്നെയാണ് നിൽക്കുന്നത്. ഇതുവരെ നിങ്ങൾ അനുഭവിച്ച ആ എല്ലാ ഇതിനും, നിങ്ങളെ റിജക്റ്റ് ചെയ്തിട്ട് നിങ്ങളെ വേദനിപ്പിച്ചതിനും ആ വ്യക്തിയെ ഇങ്ങനെ ചെയ്തതിനും എല്ലാം ഉള്ളത് യൂണിവേഴ്സിൻ്റെ തന്നെ ന്യായവിധിയാണ് വരാൻ പോകുന്നത്. ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ. ഈ വീൽ ഓഫ് ഫോർച്യൂൺ നിങ്ങൾക്ക് അനുകൂലമായും തേർഡ് പാർട്ടിക്ക് പ്രതികൂലമായിട്ടുമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിനി ഒരു നല്ലൊരു ടൈമായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. സ്റ്റാർ കാർഡ് അതിനാ പറയുന്നത്. എൻ്റെ ഒരു സ്റ്റാറാണ്, ഒരു കുഞ്ഞിനെ എല്ലാം ആഗ്രഹിക്കുകയാണ്. നിങ്ങളും ഒത്തിട്ടുള്ള കുഞ്ഞുമായി നല്ലൊരു ലൈഫിലേക്കാണ് പോകുന്നത്. അത്രയും ഒരു ന്യൂ ബിഗിനിങ് ആണ് ആ വ്യക്തി കൊതിക്കുന്നത്. നിങ്ങളുമൊത്ത് ഒരു ന്യൂ ബിഗിനിങ്, നിങ്ങളെ ഓടി വന്ന് നിങ്ങളെ ഒന്ന് കാണാൻ ആ വ്യക്തി അതിയായി ആഗ്രഹിക്കുകയാണ്.
ഇവിടെ ബോട്ടം കിട്ടിയിരിക്കുന്നത് 7 of Wands ആണ്. 7 of Wands എന്ന് പറഞ്ഞാൽ ആ വ്യക്തി തേർഡ് പാർട്ടികളിൽ നിന്നെല്ലാം ഒരു ബൗണ്ടറി വെച്ചിട്ടാണ് നിൽക്കുന്നത്. ഇനി ആ വ്യക്തിയുടെ ലൈഫിലേക്ക് ഒരു തേർഡ് പാർട്ടീനെ ആ വ്യക്തി അടുത്തോട്ട് വരാൻ വിടില്ല. അത്രയും ബൗണ്ടറി ഇട്ടിട്ട് മതിലിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഒരു വാണ്ട് കൊണ്ട് തടഞ്ഞു നിർത്തുകയാണ്. അത്രയും പ്രതിരോധം തീർത്തിട്ടാണ് ആ വ്യക്തി നിൽക്കുന്നത്. ആ വ്യക്തി എല്ലാ പാഠവും പഠിച്ചു കഴിഞ്ഞു എന്നാണ് കാണിക്കുന്നത് കേട്ടോ. തേർഡ് പാർട്ടികളെല്ലാം വരാൻ നിൽക്കുമ്പോൾ തന്നെ ഏത് തേർഡ് പാർട്ടി ഇനി ഫ്രണ്ട് ആയിക്കോട്ടെ, ആരെയും ജീവിതത്തിൽ വേണ്ടാത്ത ഒരാളെയും ആ വ്യക്തി അടുത്തേ വരാൻ വിടുന്നില്ല. നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി ഒരു തേർഡ് പാർട്ടികളെയും കടത്താതെ ആ വ്യക്തി ബൗണ്ടറി ഇട്ട് നിൽക്കുന്നു. നിങ്ങളുടെ മനസ്സിലേക്ക് കയറിപ്പറ്റാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. ഇനി ഇതിൽ നിന്നോ ക്ലാരിഫിക്കേഷന് ഓരോ കാർഡ് എടുക്കാം. Four of Cups, the Fool, Ace of Wands, Wheel of Fortune, Four of Wands, Nine of Cups, Three of Pentacles, Ace of Cups, എംബററും എംബറസും കിട്ടിയിട്ടുണ്ട് കേട്ടോ. എംബറർ ആൻഡ് എംബറസ്. ബോട്ടം കിട്ടിയിരിക്കുന്നത് 6 of Pentacles. അപ്പോൾ ഇവിടെ Ace of Cups, Ace of Cups, Ace of Cups, Ace of Cups, എംബറസിന് എംബറസും എംബററും കിട്ടിയിട്ടുണ്ട്. അപ്പം എംബററും എംബറസും തന്നെ കിട്ടുന്നതിൻ്റെ എന്താ, എംബററും എംബറസും തന്നെയാണ് കിട്ടുന്നത്. അപ്പം നിങ്ങൾ കൂടിച്ചേരേണ്ട രാജാവും രാജ്ഞിയുമാണ്. യൂണിവേഴ്സിൻ്റെ കപ്പിൾസാണ് നിങ്ങൾ. കഴിഞ്ഞ ജന്മത്തിലെ ഒന്നായി ചേർന്ന് ഈ ജന്മത്തിലും ജീവിക്കാൻ വന്ന ജന്മജന്മാന്തരങ്ങളിൽ ഒന്നായി ജീവിക്കേണ്ടവരാണ് നിങ്ങൾ. അതാണ് എംബറർ ആൻഡ് എംബറസ് കിട്ടിയിരിക്കുന്നത് നമുക്ക് കേട്ടോ. അത്രയും നിങ്ങൾ തമ്മിലുള്ള ഇവിടെ ഏസ് ഓഫ് കപ്പിന് ക്ലാരിഫിക്കേഷൻ ഏസ് ഓഫ് കപ്പാണ്. അത്രയും സ്നേഹമായ സ്നേഹമാണ്, മനസ്സിലങ്ങനെ കത്തിക്കാളുകയാണ് സ്നേഹം. ഒരിക്കലും നിങ്ങളോടുള്ള സ്നേഹം ഒരിക്കലും താഴോട്ട് പോകുന്നില്ല. എപ്പോഴും പുതിയ ഒരു പ്രണയമായിട്ട് പൂവിട്ടുകൊണ്ടിരിക്കുന്നതായിട്ടാണ്. ഇവിടെ ലവേഴ്സ് തന്നെ കിട്ടിയിരിക്കുന്നത് ക്ലാരിഫിക്കേഷൻ. അപ്പം അത്രയും ഇത് നിങ്ങൾ തമ്മിലുള്ള ബോണ്ടിങ് ആണ് ഇവിടെ കാണിക്കുന്നത്. കണ്ടില്ലേ, ആ ഒരു മുടികൾ തമ്മിൽ ഇങ്ങനെ ഒരു ആകർഷണം കണ്ട, അതാണ് ലവേഴ്സ്. നിങ്ങൾ കഴിഞ്ഞ ജന്മങ്ങളിലെ നിങ്ങൾ ഒന്നായി ചേർന്ന ഇണകളാണ്. ജന്മാന്തരങ്ങളിലും നിങ്ങൾ ഒന്നായി തന്നെ ജീവിക്കേണ്ടവരാണ്. ഇങ്ങനെയെല്ലാം നിങ്ങളെ സെപ്പറേറ്റ് ആക്കിയതും എല്ലാം എന്തിനു വേണ്ടിയാണ്? അതെല്ലാം യൂണിവേഴ്സിൻ്റെ പ്ലാനിങ് തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും സ്വന്തമായിട്ട് നല്ല കരിയറിലും നിങ്ങളുടെ ബ്യൂട്ടിയും നിങ്ങളുടെ ഹെൽത്തും നിങ്ങളുടെ കരിയറിലും അത്രയും സക്സസ് ആയിട്ട് നിങ്ങൾ വാശിയോടുകൂടെ നിങ്ങൾ വാശിയിട്ട് തന്ന യൂണിവേഴ്സ് അങ്ങനെ ഇവിടെ കാണിക്കുന്നത് കേട്ടോ. നിങ്ങൾ ആ വ്യക്തിയിൽ നിന്ന് വിട്ടപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഇതേപോലത്തെ ഹാർട്ട് ബ്രേക്ക് അനുഭവിച്ചിട്ടുണ്ട്. ഹാർട്ടിൽ കണ്ടില്ലേ, ഹാർഡ് കുത്തി കയറിയ പോലത്തെ വേദന നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങൾ വീണ്ടും മാറി രക്ഷപ്പെട്ട് നിങ്ങൾ സ്വന്തമായിട്ട് എല്ലാ കരുത്തും യൂണിവേഴ്സ് തന്നതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും രക്ഷപ്പെട്ടത്. നിങ്ങൾ ഇത്രയും ഹാർഡ് ബ്രേക്കിലേക്കെല്ലാം പോയിരുന്നു. വീൽ ഓഫ് ഫോർച്യൂൺ, ഇതെല്ലാവരും വീൽ ഓഫ് ഫോർച്യൂൺ തന്നെ കിട്ടിയിരിക്കുന്നത്. അത്രയും യൂണിവേഴ്സിൽ തന്നെ തേർഡ് പാർട്ടിക്കുള്ള പണിഷ്മെൻറ്റും നിങ്ങൾക്കുള്ള സക്സസ്സും നിങ്ങൾക്കുള്ള ആ ഒരു നല്ല യൂണിവേഴ്സിൻ്റെ ടൈമിംഗ് ആണ് വരുന്നത് ഇനി എന്നാണ് കാണിക്കുന്നത്. അതാണ് വീൽ ഓഫ് ഫോർച്യൂൺ തന്നെ ക്ലാരിഫിക്കേഷൻ കിട്ടിയിരിക്കുന്നത്. പിന്നെന്താ,
4 wands, 4 cup. ഇവിടെ ഫുൾ കാർഡ് കിട്ടിയിട്ടുണ്ട്. ഒരു പുതിയ ന്യൂ ബിഗിനിങ് ആണ് ഇനി നിങ്ങളുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇനി ഒരു പുതിയ ന്യൂ ബിഗിനിങ്. ആ വ്യക്തി ഒന്നും നോക്കാതെ എടുത്ത് ചാടാൻ പോവാണ്. ആ വ്യക്തിക്ക് ഇനി ഒന്നും നോക്കാനില്ല. അത്രയും നിങ്ങളോടുള്ള ആ ഒരു അട്രാക്ഷൻ കാണുന്നില്ലേ? ഈസ് ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ അത്രയും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആ വ്യക്തി ഓടി വന്ന് നിങ്ങളെ ഒന്ന് ഹഗ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അത്രയും ഡീപ്ലി ആ വ്യക്തിക്ക് സ്നേഹം വരികയാണ്. ഇനി ഒരു ഇസ്സോർണോ എടുക്കുക. ഇസ്സോർണോ എല്ലാവരും എന്തെങ്കിലും നടക്കുമോ ഇല്ലയോ അങ്ങനെയെല്ലാം ചിന്തിച്ച് നിൽക്കുന്നവരുണ്ടാവില്ലേ? എന്തെങ്കിലും ഒരു കാര്യം പോകണോ പോകണ്ടയോ അങ്ങനെയെല്ലാം ഡൗട്ട് ചെയ്ത് നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇതെടുക്കുന്നത് കേട്ടോ. യെസ് ആണ് കേട്ടോ. ഹൈറോഫൻ്റാണ് കിട്ടിയിരിക്കുന്നത്. യെസ് ആണ്. നിങ്ങൾ വിചാരിച്ച കാര്യം നടക്കുമെന്നാണ് വന്നിരിക്കുന്നത് കേട്ടോ. നമുക്കിന്ന് ഏത് ഗോഡിൻ്റെ ബ്ലെസ്സിങ് ആണെന്ന് നോക്കിയാലോ. നമുക്ക് ഏത് ഗോഡിൻ്റെ ബ്ലെസ്സിങ് ആണ്? ഇന്ന് നമുക്ക് വിഘ്നേശ്വരൻ, മഹാലക്ഷ്മി, സരസ്വതി മാതാവ് 3 പേരുണ്ട്. എല്ലാം ഉണ്ട്. വിഘ്നങ്ങൾ മാറ്റാൻ വിഘ്നേശ്വരൻ, നമുക്ക് എല്ലാവിധ അബണ്ടൻസും തരാൻ മഹാലക്ഷ്മി, നമുക്ക് എല്ലാവിധ കഴിവും കരിയറിലെല്ലാം അറിവും എല്ലാം തരാൻ വേണ്ടി ആരുണ്ട്? സരസ്വതി മാതാ. എല്ലാം ഒത്ത ഒരു ലൈഫാണ് ഇനി നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്നത്. നിങ്ങൾക്ക് ഇനി ഒന്നിനും കുറവുണ്ടാവില്ല എന്നാണ് കാണിക്കുന്നത്. എല്ലാ തരത്തിലും മുന്നോട്ട് പോകാനാണ്. ഇനി എല്ലാ തരത്തിലും നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. 2 പേരും എല്ലാം പഠിച്ചു അല്ലേ? അതുകൊണ്ട് ഇനി നമുക്ക് നിങ്ങളുടെ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് നോക്കിയാലോ. ആ വ്യക്തി എന്തോ പറയാൻ ആഗ്രഹിക്കുന്നു. പെയിൻഫുൾ മെമ്മറി തന്നെ ആയിരുന്നു അല്ലേ? ലവ് സ്പീക്ക് വിത്തൗട്ട് വേർഡ്സ്. സ്നേഹം വാക്കുകൾക്കും അപ്പുറമാണ്. യു സ്പീക്ക് ടു മീ തോട്ട് മ്യൂസിക്. സംഗീതത്തിലൂടെ നീ എന്നോട് സംസാരിക്കുന്നു. യു ആർ മൈ സോൾമേറ്റ്. എൻ്റെ സോൾമേറ്റ് ആണ് നീ. ഐ ആം യുവേഴ്സ് ഫോർ എവർ. ഞാൻ ഇന്നും നിന്റേതാണ്. ഐ ലവ് യു അൺകണ്ടീഷണലി. ഒരു കണ്ടീഷനും ഇല്ലാതെയാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നത്. ഒറ്റ കണ്ടീഷനും ഇല്ല. ഐ ക്രൈ അറ്റ് നൈറ്റ്. രാത്രി സെപ്പറേറ്റ് ആയപ്പോൾ 2 പേരും കരച്ചിലും എല്ലാം തന്നെ ആയിരുന്നു അല്ലേ? ഐ വിഷ് ടു ബി ലൈക്ക് യു. ഞാൻ നിന്നെ പോലെ ആവാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പം ആ വ്യക്തി ഇതിൽ മിസ്റ്റേക്ക് ഉണ്ട് അല്ലേ? ഐ ആം നോട്ട് അവൈലബിൾ. ഞാൻ അവൈലബിൾ ആയിരുന്നില്ല. അതാണ് ഈ പ്രശ്നത്തിനെല്ലാം കാരണം അല്ലേ? കറക്റ്റാണ്. നമ്മളെ റീഡിങ് പോലെ തന്നെയാണ് നമ്മുടെ മെസ്സേജും കിട്ടുന്നത്. ഐ വണ്ടർ ഇഫ് യു ആർ ഹാപ്പി വിത്തൗട്ട് മീ. അപ്പം ആ വ്യക്തി ചോദിക്കുന്നത്, ഞാനില്ലാതെ നീ സന്തോഷവതിയാണോ? അത്ഭുതം തോന്നുന്നു. ഞാനില്ലാതെ അപ്പം നീ ഇത്രയും സ്റ്റൈലാക്കി ഇതെല്ലാം നടന്നിട്ടുണ്ടോ? അപ്പം അത് ആ വ്യക്തിക്ക് പറ്റൂല. ആ വ്യക്തി ചെയ്തിട്ട് പോയത് പ്രശ്നമില്ല. നിങ്ങൾ സന്തോഷവതിയായിട്ട് നടന്നത് ആ വ്യക്തിയെ പിടിക്കുന്നില്ല. ഞാനില്ലാതപ്പോൾ നീ എങ്ങനെ ഇത്രയും ചെത്തി നടന്നോന്നാന്ന് ചോദിക്കുന്നത്. അതെനിക്ക് അത്ഭുതം തോന്നുന്നു പറയുന്നത് കേട്ടോ. ഐ ആം സോ അട്രാക്ട് ടു യു. നമ്മൾ ഒരുപാട് അടുത്തുപോയി. യു വെയർ ദി ബെസ്റ്റ് തിങ് ഇൻ മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച കാര്യം നീയാണ്, വേറെ ആരുമല്ല എന്ന് പറയുന്നത്. യു ആർ ദി മോസ്റ്റ് ഹാൻസം എന്ന് പറയുന്നത് കേട്ടോ. യു കം ക്ലോസർ ദാൻ എനിവൺ. മറ്റേക്കാളും നീ എന്നോട് കൂടുതൽ അടുത്തു. നമുക്ക് കുറച്ച് ക്ലൂസ് എടുക്കാം. റെഡ് സാരി, ഫിറ്റ് ബോഡി, സൺഡേ, ലോയർ, ചതയം, ഗൾഫ്.
ഫ്രൈഡേ. ലോങ് ഡിസ്റ്റൻസ് സെഡ്. സ്ലിം ബോഡി, ലോങ് ഹെയർ, 888. കാസർഗോഡ് എ. സിംഗർ, വയലറ്റ് സാരി, ഗുഡ് ഐ. ജെ. മലപ്പുറം 6 വീക്ക്. ഡി. കോഴിക്കോട് ഹൗസ് വൈഫ്. ശിവപാർവതി 1977, 1996. ടി. പത്തനംതിട്ട. ഒ. കോട്ടയം. അനിഴം ആർ. സെപ്റ്റംബർ മകം. ട്യൂസ്ഡേ. മാനിഫെസ്റ്റ്, പ്രമോഷൻ. ജനുവരി ആയില്യം. ഉത്രാടം സോൾമേറ്റ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണൂ കേട്ടോ. താങ്ക് യു.